മൽച്ചന്തേരി കളക്ഷനിൽ തന്നെ വരുന്നൊരു റീസ്റ്റോക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ എപ്പോഴും കാണുന്നതും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ബ്രഷ് പെയിന്റും എംബ്രോയിഡറി ആണ്. അധികം നമ്മൾ ബ്രഷ് പെയിന്റഡ് സ്റ്റൈൽ നമ്മൾ മൽച്ചന്തേരിയിൽ കണ്ടിട്ടില്ല. ആ ഒരു സ്റ്റൈലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല ഹെവി ആയിട്ടാണ്. കണ്ടില്ലേ, നല്ല ഹെവി ആയിട്ടാണ് ഇതിന്റെ വർക്ക് പോയേക്കുക. ആൻഡ് യോക്ക് പോർഷൻ വരുമ്പോൾ ഇതുണ്ട് ബട്ടൺ പോലെ, അതും എംബ്രോയിഡറി വിത്ത് ബ്രഷ് പെയിന്റ്, ഫുൾ ബ്രഷ് പെയിന്റഡ് ഐറ്റമാണ്. പുതിയ കളർ ഷീറ്റ്സിലാണ് എല്ലാം വന്നിരിക്കുക. സോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതൊരു പീച്ച് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്ന ഒരു പീച്ച് ഓറഞ്ച് അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. വീഡിയോയിൽ അത് കുറച്ചുകൂടെ കളർ ചേഞ്ചിലാണ് വരുന്നത്. ഇതുണ്ട്, ഇതുപോലെയാണ് നല്ല ഹെവി ആയിട്ടാണ് ഇതിലെ വർക്ക് വന്നേക്കുക. ഫ്രണ്ടിൽ ഇതുപോലെ എംബ്രോയിഡറി ബ്രഷ് പെയിന്റ്, താഴെഭാഗം അതായത് ദാമൻ പോർഷൻ, ദാമൻ എന്ന് പറയത്തില്ല, അത് ഓൾമോസ്റ്റ് ഫ്രണ്ട് അപ്പർ പോർഷൻ വരെയും കയറി വരുന്നുണ്ട്. അത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണുമ്പോൾ കുറച്ചും, അതായത് നമ്മൾ എല്ലാത്തിലും പറയാറുണ്ട്, നമ്മൾ വീഡിയോസിലോ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ. ഇപ്പം വാങ്ങിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും വീഡിയോയിൽ കാണുന്നതിനേക്കാളും നിങ്ങളുടെ ഐറ്റംസ് നേരിട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് ഞാൻ അതിനേക്കാളും അടിപൊളിയാണ്. അത് ഷോപ്പിലാണെങ്കിലും നല്ല പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആയിരുന്നു ഇത്. നല്ല ഭംഗിയാണ്. ഇത് ഓപ്പൺ ചെയ്ത് ഫുൾ ഇങ്ങനെ ഒരു മാനിക്യൂറിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കാണാൻ പോലും നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ്. ദുപ്പട്ടയും കണ്ടോ, ഹെവി ആയിട്ട് തന്നെ ബ്രഷ് പെയിന്റ്, എംബ്രോയിഡറി, ബോർഡേഴ്സിൽ ലൈസ് അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കളറിന് ലുക്ക് ഇതുപോലെ വരും. ഇത് ഗോൾഡൻ ബ്രൗണിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. പിന്നെ നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. സോ 2.6 അപ്ലൈങ് ദുപ്പട്ട 2.4 വരുന്നുണ്ട്. നല്ല ലെങ്തും വിത്തും ഉണ്ട്. ബോട്ടം സെയിം കളറിൽ സാൻഡൂൺ ആണ്. ഹെവി ആയിട്ട് ബ്രഷ് പെയിന്റ്. എന്നാൽ ഈ ഒരു ബ്രഷ് പെയിന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുള്ളും എംബ്രോയിഡറി വർക്ക്സും കൂടെ അഡീഷണലി ചെയ്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ വെയർ എടുത്തത് ഒരു സിമ്പിൾ ലുക്കിൽ വരുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം. സോ ഇതുണ്ട്, ഇത് വേണേൽ നമുക്കൊരു ഓണം തീമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോഴേ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫായിട്ട് കൊണ്ടുവരണമെന്ന്. ഇതിൽ കൂടുതലും കണ്ട ഒരു കൈൻഡ് ഓഫ് കാണുമ്പോൾ നമുക്കൊരു നെൽ ഡിസൈനിൻ്റെ ഒക്കെ പോലെ തോന്നും. ആൻഡ് ആ ഒരു ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു യെല്ലോയുടെ തീം ഇതിൽ വന്നിട്ടുണ്ട്. നല്ല ഒരു ഓണം ബേസ് തീം തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എന്നാൽ ഓണം മാത്രമല്ല, നമുക്കല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. പ്രീമിയം മൽച്ചന്തരി. മൽച്ചന്തരിയിൽ തന്നെ ഒരുപാട് വേരിയൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ഫാസ്റ്റ് മൂവിങ് വേരിയൻ്റ് ആണ് മൽച്ചന്തരി. നല്ല സോഫ്റ്റ് ആണ്. കുറച്ചും കൂടെ ഒരു തണുപ്പ് ഫീലിംഗ് ഉണ്ട് ഈ ഒരു ഫാബ്രിക്കിന്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിൽ കുറച്ചും കൂടെ എനിക്ക് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഹൈലൈഷനാണ് കൂടുതൽ. ഫസ്റ്റ് കളറിൽ ഒരു പീച്ചിൻ്റെ ഹൈലൈഷനാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇതിൽ പിങ്ക് ബേസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൂടുതൽ വന്നിരിക്കുക. ഇതാണ് ലുക്ക്. നല്ല ഹെവി വർക്കാണ്. 1340 പ്രൈസ് വന്നിരിക്കുക. സോ ലാസ്റ്റ് കളർ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കിങ് ഫിഷർ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഒരു റീസ്റ്റോക്ക് കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഡിമാൻഡഡ് ആയിട്ടുമാണ്, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് കളേഴ്സ് എല്ലാം പുതിയ ഷെയ്ഡ്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം പുതിയ ഷെയ്ഡ്സുകളാണ്. ഇതാണ് ലുക്ക് വന്നിരിക്കുക. സാൻഡൂൺ ആണ് ബോട്ടം വന്നിരിക്കുക. പ്രീമിയം മൽച്ചന്തരിയാണ്. ഇതിന് കുറച്ചും കൂടെ തണുപ്പ് ഫീലിംഗും കൂടുതലാണ്. താങ്ക് യു.